നമ്മുടെ ഇന്നത്തെ വീഡിയോ ബംഗാളീസ് ഫിഞ്ചുകൾ അല്ലെങ്കിൽ സൊസൈറ്റി ഫിഞ്ചുകളെ എങ്ങനെ ബ്രീഡ് ചെയ്ത് വളർത്താമെന്നുള്ള വീഡിയോ ആണ്. ഇപ്പോൾ ബംഗാളീസ് ഫിഞ്ചുകൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബേർഡാണ്. യാതൊരു ശല്യവും മറ്റു ബേർഡുകൾക്ക് ഉണ്ടാക്കാത്ത ഒരു ബേർഡാണ് ബംഗാളീസ് ഫിഞ്ചുകൾ. ബംഗാളീസ് ഫിഞ്ചുകളെ ബ്രീഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അതായത് ആണേത് പെണ്ണേത് എന്ന് നമുക്ക് വിഷ്വലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിന് നമ്മൾ മോണോമോർഫിക് എന്നാണ് പറയുന്നത്. മോണോമോർഫിക് ആയിട്ടുള്ള ഒത്തിരിയേറെ പക്ഷികളുണ്ട്. അതിലൊന്നാണ് ഈ ബംഗാളീസ് ഫിഞ്ചുകൾ. ഇപ്പോൾ ബംഗാളീസ് ഫിഞ്ചുകളിൽ നമ്മൾ ഫീമെയിൽ മെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് ഇതിൻ്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്താകുന്നത് വരെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ആണുങ്ങളെ പെണ്ണുങ്ങളെ തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള ഒരു മാർഗമാണുള്ളത്. ഒന്ന് ഇതിൻ്റെ കോർട്ട്ഷിപ്പ് ഡാൻസ്, രണ്ടാമത് ഇതിൻ്റെ സിംഗിങ്. ഇത് രണ്ടും വെച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ആണിനെയും പെണ്ണിനെയും ബംഗാളീസ് ഫിഞ്ചുകളിൽ തിരിച്ചറിയുന്നത്. ഇതല്ലാതെ നമുക്കൊരു മാർഗമുണ്ട്. DNA അടിക്കാം. 5 രൂപയേ ഉള്ള ഒരു ബംഗാളീസ് ഫിഞ്ചുകളിൽ നമ്മൾ 50 രൂപ മുടക്കി DNA അടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് അത് ഒരു പ്രായോഗികമായിട്ടുള്ള മാർഗമല്ല. ബംഗാളീസ് ഫിഞ്ചുകളെ നമ്മളാരും DNA അടിച്ച് ചെയ്യുക, അല്ലാത്ത അത്രയും ചീപ്പായിട്ടുള്ളൊരു ബേർഡാണിത്. അപ്പോൾ 3 മുതൽ 8 മുട്ട വരെയാണ് ഓരോ പ്രാവശ്യം നമ്മൾ ഒരു ക്ലച്ചിൽ ബംഗാളീസ് ഫിഞ്ചുകൾ ഇടുന്നത്. അപ്പോൾ ഇത് മുട്ട വിരിഞ്ഞ് വരുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും നമ്മൾ ഇത് മുട്ട വിരിഞ്ഞ് കുഞ്ഞ് വലുതാകുന്ന വരെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുന്നതോടൊപ്പം ഞാൻ ഇതിൻ്റെ ബ്രീഡിങ് കാര്യങ്ങളോട് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മളിതിനെ ഒരാണും പെണ്ണും എന്ന് വിചാരിക്കുന്ന ഒരു പേരിനെ എടുത്ത് നമ്മളൊരു കൂട്ടിലേക്ക് കൊണ്ടിടുക. ആ കൂട്ടിൽ കൊണ്ടിട്ട് നമ്മൾ കുറച്ച് നേരം ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും ഏതെങ്കിലും ഒരെണ്ണം കോർട്ട്ഷിപ്പ് ഡാൻസ്, അതായത് ചെറുതായത് ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെയിലായിട്ട് അനുമാനിക്കാം. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് മാറ്റേണ്ടതാണ്. അത് നമ്മൾ പിന്നെയും ഈ പറയുന്ന പോലെ 1-2 പ്രാവശ്യം കൂടെ ഒരേ രീതിയിൽ തന്നെ നമ്മൾ കൺഫേം ചെയ്യണം. ആ രീതിയിലാണ് സാധാരണഗതിയിൽ നമുക്ക് ഇതിനെ നമ്മൾ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ കാഴ്ചയിൽ ചിലർ പറയും നമ്മൾ ഇതിൻ്റെ ബേർഡിൻ്റെ മുകളിലേക്ക് പൊക്കി പിടിച്ച് കഴിഞ്ഞാൽ വാലകത്തേക്ക് ഇരിക്കുന്നത് ഫീമെയിൽ അല്ലെങ്കിൽ അത് മെയിൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നമ്മൾ ഫീമെയിൽ മെയിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോളനി ബ്രീഡിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് സിംഗിൾ കേജ് സിസ്റ്റത്തിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം ഇത് ഭയങ്കര മറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ബേർഡ്സുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബേർഡുകൾക്കും എല്ലാം ആര് നമ്മുടെ കൂട്ടിൽ നമ്മുടെ കിളികൾ വേറെ ഏതെങ്കിലും കിളികൾ മുട്ടയിട്ടുണ്ടെങ്കിൽ പോലും അത് പോയി മുട്ട അടവിരിച്ച് അതിന് തീറ്റ കൊടുത്ത് വളർത്താനുള്ള ടെൻഡൻസി വളരെ കൂടുതലുള്ള ബേർഡുകളാണ് ഈ ബംഗാളീസ് ഫിഞ്ചുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുട്ടയുടെ പുറത്ത് ഒരു 3-4 ബേർഡുകൾ കയറിയിരുന്ന് ചിലപ്പോൾ അത് ഒരു ഡിസാസ്റ്ററായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ ബംഗാളീസ് ഫിഞ്ചുകളെ സിംഗിൾ കേജ് സിസ്റ്റത്തിൽ ബ്രീഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു വർഷം ഒരു 3-4 ക്ലച്ചുകളാണ് ഇതിടുന്നത്. ഓരോ ക്ലച്ചിലും നമുക്ക് ഒരു 3 മുതൽ 8 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ വ്യത്യാസം ഒത്തിരിയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നതിനെ നമ്മൾ ചോക്ലേറ്റ് കളർ എന്നാണ് വിളിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. അതിനെ നമ്മൾ ചോക്ലേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതല്ലാതെ നമുക്ക് ഫോൺ കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്, റെഡ് ബ്രൗൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, വൈറ്റ് ക്രസ്റ്റഡ് ഉണ്ട്, പ്യൂർ ആൽബീനോസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കളർ കോമ്പിനേഷനിൽ ബംഗാളീസ് ഫിഞ്ചുകൾ വരാറുണ്ട്. ഇപ്പോൾ ബംഗാളീസ് ഫിഞ്ചുകൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ബേർഡ്സാണ്. മറ്റ് ബേർഡ്സുകളെ അധികം സീബ്ര ഫിഞ്ച് പോലെയൊന്നും നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു ബേർഡല്ല. അതുമാത്രമല്ല, ബംഗാളീസ് ഫിഞ്ചിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബേർഡാണ് നമ്മുടെ ഗോൾഡിയൻ ഫിഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിയൻ ഫ്രിഞ്ചിൻ്റെ ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഗോൾഡിയൻ ഫ്രിഞ്ചുകൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു മടിയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്ന ഒരു ബേർഡല്ല ഗോൾഡിയൻ ഫിഞ്ചുകൾ. ഗോൾഡിയൻ ഫിഞ്ച് വളർത്തുന്നവർ സാധാരണഗതികൾ ഈ സൊസൈറ്റി ഫിഞ്ചുകളെ അല്ലെങ്കിൽ ബംഗാളീസ് ഫിഞ്ചുകളെ കൂടുതൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് വളർത്താറുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി ഫിഞ്ചുകൾ ഒരു ഫോസ്റ്റർ മദർ അല്ലെങ്കിൽ ഫോസ്റ്റർ പേരൻ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കൂടുതലായിട്ടും അവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ബേർഡായിട്ട് ഇതിനറിയപ്പെടാറുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ്ഫുള്ളായിട്ട് ഇത് മറ്റു കുഞ്ഞുങ്ങളെയും നോക്കിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇപ്പോൾ ബംഗാളി സ്പിഞ്ചുകൾ സാധാരണഗതിയിൽ ആ രീതിയിലാണ് വലിയ വലിയ ബ്രീഡേഴ്സ് ചെയ്യുന്നത്. കാരണം ഇതിനധികം ഭംഗിയില്ലാത്ത കിളി ആയതുകൊണ്ട് സാധാരണക്കാർ ഇതിന് മാത്രമായിട്ട് ഇടാനുള്ള ഒരു പ്രിഫറൻസ് വളരെ കുറവാണ്. പക്ഷേ വളരെ ശാന്തരായിട്ടുള്ള വളരെ ഹാർഡി ആയിട്ടുള്ള ഒരു ബേർഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വൈൽഡിൽ ഇല്ലാത്ത ബേർഡ്സാണ്. സാധാരണ ബേർഡ്സുകളെല്ലാം ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ ഫിഞ്ചുകൾ കൂടുതൽ കനേരി ഐലൻഡിൽ നിന്നൊക്കെ വരുന്ന ഫിഞ്ചുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഇത് സാധാരണഗതിയിൽ ഇതിനറിയപ്പെടുന്നത് ഏകദേശം മനുഷ്യനിർമ്മിതമായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാവുന്ന ബേർഡുകളാണ് ബംഗാളീസ് ഫിഞ്ചുകൾ. കാരണം മനുഷ്യൻ തന്നെ മ്യൂട്ടേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ ബംഗാളീസ് ഫിഞ്ചസിനെ. അപ്പോൾ ആ രീതിയിലും ഇത് വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ള ബേർഡാണ്. ഇനി ഇതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മറ്റ് ബേർഡുകൾ കൊടുക്കുന്ന അതേ തീറ്റ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ടത്. മില്ലറ്റ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിനയാണ് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അത് കഴിച്ചുകൊള്ളും. എഗ് ഫുഡും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് നമ്മൾ അടയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ എഗ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ബംഗാളീസ് ഫിഞ്ചിൻ്റെ ഇൻക്യുബേഷൻ ടൈം എന്ന് പറയുന്നത് ഏകദേശം 16 ദിവസമാണ്. 3 മുട്ടകൾ ഇട്ട ശേഷമാണ് ഇത് നമ്മൾ ഇൻക്യുബേഷൻ തുടങ്ങുന്നത്. അപ്പോൾ അടയിരിക്കുന്നത് ആൺകിളിയും പെൺകിളിയും മാറി മാറി അടയിരിക്കും. 2 പേരും ഒന്നിച്ചും അടയിരിക്കും. അങ്ങനെയും ഇത് ചെയ്യാറുണ്ട്. ഇപ്പോൾ മുട്ട വിരിയുന്നത് 16 ദിവസം കൊണ്ട് വിരിഞ്ഞാൽ നമ്മളൊരു 3 to 4 വീക്സിനുള്ളിൽ ഇതിനെ അത് വീനാക്കി എടുക്കും. അത് കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവും. ഫസ്റ്റ് മോൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ തൂവൽ പൊഴിച്ച് പുതിയ തൂവൽ വരുന്നത് ഏകദേശം 3 മാസത്തിനുള്ളിലാണ്. 3 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ സെക്ഷൽ മെച്യൂരിറ്റിയും വരും. അതായത് നമുക്ക് ബ്രീഡിങ് ഒരു 4 മാസം കൊണ്ട് അടുത്ത സീസണിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ബ്രീഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് ബ്രീഡിങ് ഏജിലേക്ക് എത്തുന്ന ഒരു കിളിയാണ് ബംഗാളീസ് ഫിഞ്ചുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 5 മുതൽ 6 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ. അപ്പോൾ വളരെ അത്യാവശ്യം ലൈഫ് സ്പാനുള്ള ബേർഡുകളാണ് ഈ ബംഗാളീസ് ഫിഞ്ചുകൾ. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ബേർഡുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ബേർഡുകളാണ് ബംഗാളീസ് ഫിഞ്ചുകൾ. സാധാരണഗതിയിൽ മറ്റ് ബേർഡുകളെയൊന്നും ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് വളരെയേറെ ഉപകാരം ചെയ്യുന്ന, അതായത് അവരുടെ കുഞ്ഞുങ്ങളെയും കൂടി തങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് നോക്കുന്ന വളരെ റെയറായിട്ടുള്ള ബേർഡുകളൊന്നാണ് ബംഗാളീസ് ഫിഞ്ചുകൾ. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ മറ്റ് ബേർഡുകൾ വളർത്തുന്നവർ, പ്രത്യേകിച്ച് ഫിഞ്ചുകൾ വളർത്തുന്നവർ ബംഗാളീസ് ഫിഞ്ചിനെ മസ്റ്റായിട്ടും ആ കൂട്ടിൽ 1-2 ബംഗാളീസ് ഫിഞ്ചിനെ ഇടാം. അതിന് നമുക്കൊരു പെയറായിട്ട് ഇടണമെന്നില്ല. നമുക്കതൊരു ബംഗാളീസ് ഫിഞ്ചുകൾ മുട്ടയിട്ട് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടായി അത് നമ്മുടെ കൂട് മുഴുവൻ അതാകണമെന്ന് താല്പര്യമില്ലാത്തവർക്ക് 2 ആണിനെയോ 2 പെണ്ണിനെയോ നമുക്ക് ഒരു കൂട്ടിലേക്ക് ഇടാം. അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേനും മറ്റ് കുഞ്ഞുങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അവർ സ്വയമേ ബ്രീഡ് ചെയ്ത് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ടായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. അത്രയും നല്ല കിളികളാണ് ബംഗാളീസ് ഫിഞ്ച്. 2 മെയിലായാലും 2 ഫീമെയിലായാലും മറ്റ് കുഞ്ഞുങ്ങളെ അതുങ്ങൾ നോക്കിക്കൊള്ളും. 2 ഫീമെയിൽ ആണെങ്കിൽ അത് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് മുട്ടയിട്ട് കൂട്ടും. മുട്ട ഫെർട്ടിലൈസ് ആയിട്ടുള്ള മുട്ട ആയിരിക്കില്ലെന്നേ ഉള്ളൂ. ചുമ്മാ കുറച്ച് മുട്ടകൾ ഒരു കൂട്ടി ചിലപ്പോൾ 2 പെണ്ണുങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു 16 മുട്ട വരെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് അവരിട്ട് ചുമ്പം വെറുതെ അതിൻ്റെ മുകളിൽ കയറി അടയിരിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊഴിച്ചാൽ ബംഗാളീസ് ഫിഞ്ചുകൾ വളരെ നല്ല ബേർഡാണ്. നമുക്ക് വളരെയേറെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബേർഡാണ് ബംഗാളീസ് ഫിഞ്ചുകൾ. ബംഗാളീസ് ഫിഞ്ചുകളുടെ കാഴ്ചയിലുള്ള ഭംഗി കുറവേ ഉള്ളൂ. പക്ഷേ കളർ വെറൈറ്റികൾ നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമായിട്ട് മാറുകയില്ല. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും ഉപകാരപ്രദമായിട്ടും വളർത്താവുന്ന ഒരു ബേർഡാണ് ബംഗാളീസ് ഫിഞ്ച്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ബംഗാളീസ് ഫിഞ്ചുകൾ വളർത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.